ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു മീൻകറി റെസിപ്പി. ചൂടുള്ള ചട്ടിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഉലുവ, ലേശം കടുക്, എണ്ണ ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ചൂടാവട്ടെ. ലേശം കരിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പിടി ചെറിയ ഉള്ളി, രണ്ടായിട്ട് കീറിയിട്ടതാണ് കേട്ടോ ചെറിയ ഉള്ളിയെല്ലാം. ഇതൊന്ന് ചെറുതായിട്ട് വാടിക്കിട്ടണം ഈ ചെറിയ ഉള്ളിയെല്ലാം. ചെറിയ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിനെ ആഡ് ചെയ്യാം. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ടും വലിയ ചെറിയ രീതിയിലും അല്ലാത്ത വലിയ രീതിയിലും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് വേകണം. നല്ലോണം തക്കാളിയും ചെറിയ ഉള്ളിയും നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം ഇളക്കി വിടാം. ഇളക്കി വെച്ചാൽ പെട്ടെന്ന് പിടിക്കും, കാരണം അടുപ്പത്തല്ലേ, ശരിക്കും പിടിച്ച് കളയും. ഇളക്കി തന്നെ കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നല്ലോണം ഇളക്കാം. പെട്ടെന്ന് അടി പിടിച്ച് കളയും. തീ കൂടുന്നതിനനുസരിച്ച് അടി പിടിച്ച് കളയും. അതുകൊണ്ടാണ് ഇളക്കി ഇടുന്ന മസാല ഇടുമ്പോഴൊക്കെ. ഞാൻ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, സാധാ നമ്മുടെ പിരിയമുളകിനെ ചേർക്കുന്നുണ്ട്. 2 ഓരോ സ്പൂൺ ഇതേ ഉള്ളൂ. നല്ലോണം ഇളക്കാം. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ച കുടംപുളി, ഞാൻ വലിയ 2 നല്ലോണം ഇളക്കി എടുത്തതാണ്. കുടംപുളി കൂടുതലല്ല, വലിയ കുടംപുളി എടുത്ത് 4-5ആയിട്ട് കീറിയെടുത്തതാണ് കേട്ടോ. ഏകദേശം നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ കുടംപുളി കോരായിട്ട് അതേ പാത്രത്തിൻ്റെ ആ അളവിൽ തന്നെ ഒരു പാത്രം വെള്ളവും ഒഴിക്കുകയാണ്. നല്ലോണം ഇളക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, അതും യോജിപ്പിച്ച് വിടാം. ഇതിനി നല്ലോണം തിളയ്ക്കുമ്പോഴേ നമുക്കിനി മീനിടാൻ പറ്റത്തുള്ളൂ. നല്ലോണം അടച്ചിട്ട് നമുക്ക് വേവിക്കാം.
തിള വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പോരാ, നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീനിടാം. ഏകദേശം തിള വന്നു, മീനിടുവാണ്. നല്ലോണം മീൻകറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വറ്റാൻ വലിയ പ്രയാസമില്ല, അടുപ്പായതുകൊണ്ട് തന്നെ ശരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചിയുള്ള നാടൻ മീൻകറി കുടംപുളി ഇട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.